sreesfoodsലേക്ക് എല്ലാവർക്കും സ്വാഗതം. sreesfoodsൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക തോരൻ. നല്ല കയ്പില്ലാത്ത പാവയ്ക്ക തോരൻ. കയ്പ് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിൽ ചില സൂത്രപ്പണികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിന് 3 സവോളയും കുറച്ച് പച്ചമുളകും, പിന്നെ അതുപോലെ തന്നെ അരമുറി തേങ്ങ ചിരകിയതുണ്ട്. മുളക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം. എരിക്കനുസരിച്ച് 2, 4, 5 ഓരോരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. കാണുന്നത് പോലെ കുത്തിപ്പൊടിച്ച് അരിഞ്ഞു വെക്കണം. പാവയ്ക്കയും സവോളയും, പാവയ്ക്ക എടുക്കുന്ന അത്രയും തന്നെ സവോളയും എടുക്കണം. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സവോളയും ചേർക്കാം. പാവയ്ക്കയുടെ അത്രയും തന്നെ സവോള വേണം. സവോള ഒന്ന് ഇളക്കി കൊടുക്കാം. വലുതായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാവയ്ക്കയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാവയ്ക്കയും സവോളയും രണ്ടും ചോപ്പ് ചെയ്തതാണ്. ചോപ്പർ ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഞാൻ ചോപ്പർ ഇല്ലാത്തത് കൊണ്ട് മാനുവലായിട്ടാണ് അരിഞ്ഞത്. ഉള്ളി നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പാവയ്ക്ക ചേർക്കാം. ഈ തോരൻ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ഈ തോരൻ അധികം കയ്പില്ലാതെ നല്ലതായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിലർ പാവയ്ക്കാനൊരു പിഴിഞ്ഞ് കളയാറുണ്ട് കയ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പാവയ്ക്കയും ഉള്ളിയും എല്ലാം നല്ലതായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 8 മുതൽ 9 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിക്കാം. അതേസമയം തന്നെ പാകത്തിനുള്ള ഉപ്പും ചേർക്കേണ്ടതാണ്. നമുക്കിത് അടച്ച് വയ്ക്കാം. ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ തേങ്ങ ചിരകിയത് ചേർക്കാൻ പോവാം. ഇത് നമ്മൾ വെള്ളം ചേർക്കുന്നതേ ഇല്ല, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ പച്ചക്കറികളിലുള്ള ഈർപ്പവും തേങ്ങയും ഇത് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇതുകൊണ്ട് തന്നെ വെന്ത് കിട്ടും. കാണുന്നത് പോലെ എല്ലാം കൂട്ടി നീക്കി നമുക്കിനിയും അടച്ചു വെക്കാവുന്നതാണ്. കറിവേപ്പില ചേർത്തിട്ടില്ല, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിത് ഇളക്കി യോജിപ്പിക്കാൻ പോവുകയാണ്. നല്ലതുപോലെ ഇളക്കണം. തേങ്ങ ഉള്ളിയുടെയും പാവയ്ക്കയുടെയും ഒക്കെ കൂടെ നല്ലപോലെ ചേരണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഇളക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനിയും വേകണം എന്ന് തോന്നുകയാണെങ്കിൽ അടച്ച് വെച്ച് വേവിക്കാം. അടിക്ക് പിടിക്കരുത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ ഉപ്പ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
എനിക്കിപ്പോൾ ഇവിടെ ഉപ്പ് ലേശം കുറവായിട്ട് തോന്നി, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ആവി കൊള്ളിക്കാം. ഇപ്പം പരുവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നെന്ന് തോന്നുന്നു. അതായത് ഒരുവിധം മൂത്തെന്നുള്ളതാണ്. ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പേരി അഥവാ നമ്മുടെ പാവയ്ക്കാത്തോരൻ തയ്യാറായെന്ന് മനസ്സിലാക്കാം. ഇത് നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൽ വറ്റൽ മുളകും കറിവേപ്പിലയും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ അകത്ത് ടൊമാറ്റോ സോസും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ഒരു ടോസ്റ്റാവും. ട്രൈ ചെയ്ത് നോക്കണം. നല്ലതായതുകൊണ്ടാണ് ഞാനത് ഈ അവസരത്തിൽ പറഞ്ഞത്. എന്തായാലും നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം.